ഹായ് മക്കളെ, അപ്പോൾ ഞാൻ സമീറ. ഞാൻ എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ക്ലേ മോഡൽസ് എല്ലാം ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ക്ലേ മോഡൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഹാപ്പി ഹോർമോൺ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലേ തീർന്നിരിക്കുകയാണ്, അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാമേ. ഇത് നന്നായി പാൻ യൂസ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന എയറിൽ തന്നെ ഡ്രൈ ആയി കിട്ടുന്ന ക്ലേയാണ് നമ്മൾ എയർ ഡ്രൈ ക്ലേ എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം നന്നായിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നേ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോൺ സ്റ്റാർച്ച് വേണം, പിന്നെ അതായത് കോൺഫ്ലവർ പൊടിയെ. പിന്നെ വേണ്ടത് സ്കൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് വിനീഗറാണ് വേണ്ടത്. പിന്നെ നമുക്ക് കളർലെസ് ആയിട്ടുള്ള ഇപ്പോൾ കോക്കനട്ട് ഓയിലായാലും മതി, അല്ലെങ്കിൽ നമ്മൾ ബേബി ഓയിലൊക്കെ ഉള്ള ഓയിലാണ് വേണ്ടത്. അപ്പം നമുക്ക് 1 കപ്പ് കോൺഫ്ലവർ പൊടിക്ക് 1 കപ്പ് ഗം ഒഴിക്കണം, ഫെവിക്കോൾ ഒഴിക്കണേ. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി സിന്തറ്റിക് വിനീഗറാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ പ്രിസർവ് ചെയ്ത് വെക്കണ്ടേ, ഇതിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് നല്ല വൈറ്റ് കളറിൽ കിട്ടണ്ടേ, അല്ലെങ്കിൽ ഈ ക്ലേ ആണെങ്കിൽ കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു മഞ്ഞളിച്ച കളറായി പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അക്രലിക് പെയിൻറ്റ് ഇരിപ്പില്ലേ, അതിൻ്റെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലംസ് ഒന്നും വരാത്ത രീതി നന്നായിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ച് കൊടുക്കണം, ഗ്യാസ് അടുപ്പിൽ. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നതുകൊണ്ട് അടി പിടിച്ചു പോകാതിരിക്കാൻ നോക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുണ്ട്, വുഡനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വുഡൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കളർ പിടിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ അതായത് ഈ ഒരു പരുവ് ആക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തൊട്ട് നോക്കണം, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തൊട്ട് നോക്കത്തില്ലേ, അതുപോലെ. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടുന്നില്ല എന്ന് ഉറപ്പുള്ളപ്പോഴത്തേക്ക് നമ്മൾ എടുക്കണം. ഇതെടുക്കുമ്പോൾ വലിയ ചൂടൊന്നും കാണത്തില്ല കേട്ടോ, എന്നാലും ചൂടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ, പൊള്ളിപ്പോരുതല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഈ സ്റ്റിക്ക് വെച്ച് തന്നെ ഉരുട്ടി എടുക്കണം കേട്ടോ. ഉരുട്ടി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് നമ്മുടെ കൈയുടെ വെള്ളയിൽ ഒട്ടുന്നോ എന്ന് നോക്കണം. അപ്പോൾ ഒട്ടത്തില്ലേ, ചെറുതായിട്ടൊക്കെ ഒട്ടും, അത് നമ്മുടെ കൈക്ക് ഒരു ഗ്രിപ്പ് കാണത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കണം. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരു കോൺഫ്ലവർ ഇങ്ങനെ വിതറിയിട്ട് അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ നൈസിനിങ്ങനെ കുഴച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഒരു ക്ലേയുടെ ഒരു സോഫ്റ്റ്നെസ്സിന് ഞാനിതിൽ വാസലിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി ഓയിൽ യൂസ് ചെയ്യാം, എന്തെങ്കിലും. പക്ഷേ വാസലിനാകുമ്പോൾ നല്ലതാണ് കേട്ടോ, അതാണ് ഞാൻ വാസലിൻ തന്നെ എടുത്തത്. അവൈലബിളും ആയിരിക്കുമല്ലോ വീട്ടിൽ. പിന്നെ ഇങ്ങനെ ടിയർ ഡ്രോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കണ്ണുനീര് അല്ലെങ്കിൽ മഴത്തുള്ളി പോലെ വരുന്ന രീതിയിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഒരു കുപ്പി ആയാലും മതി കേട്ടോ, നമ്മൾ നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഷ്ടമുള്ള അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് പല കളറായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.